തൃശൂർ വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നുവെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സ്വാധീകരിക്കുന്നതാണ് ദൃശ്യങ്ങൾ. അതേസമയം ബാലമുരുകനെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെ എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൊടും കുറ്റവാളിയെ പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി. അത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രാത്രിയാണ് തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വിയ്യൂരിൽ വെച്ച് ഈ ജയിലിലെത്തുന്നതിന് മുമ്പായി തന്നെ ഈ കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് രക്ഷപ്പെട്ടിട്ടും 1 മണിക്കൂർ വൈകിയാണ് തമിഴ്നാട് പോലീസ് ഇക്കാര്യം കേരള പോലീസിനെ അറിയിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ആലത്തൂരിലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പ്രതിയുമായി തമിഴ്നാട് പോലീസ് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബാലമുരുകന്റെ വേഷം വെള്ളമുണ്ടും അതോടൊപ്പം തന്നെ മഞ്ഞയിൽ കറുത്ത കള്ളിയുള്ള ഷർട്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയാണ് എന്നതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടാതെ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബാലമുരുകൻ സ്വതന്ത്രനായി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്നാലും ഇന്നലെ രാവിലെ മുതൽ തന്നെ പോലീസ് തെരച്ചിൽ ഊർജിതമായി തന്നെ നടത്തിയിരുന്നു. ബാലമുരുകൻ്റെ പുതിയ ഫോട്ടോകളടക്കമെല്ലാം പുറത്തുവിടുന്ന സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെ 2:30ഓടെയാണ് ബാലമുരുകനെ അവസാനമായി കണ്ടത്. ഈ വിയ്യൂർ ജയിലിന് സമീപം പാടുക്കാട് വെച്ചാണ് ഈ ബാലമുരുകനെ കണ്ടതായെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു മോഷ്ടിച്ചെന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ബാലമുരുകൻ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. അതോടൊപ്പം തന്നെ പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കൂടാതെ ഈ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള വാഹനത്തിൽ കയറി പോകാനുള്ള സാധ്യതയും പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. കൂടാതെ ഈ നഗരത്തിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ബാലമുരുകനായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഈ തമിഴ്നാട് പോലീസ് ലാഘവത്തോടെയാണ് ബാലമുരുകനെ കൈകാര്യം ചെയ്തതെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിനടക്കം ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറിയപ്പോൾ കൈവിലങ്ങ് അഴിച്ച് സ്വതന്ത്രനായി നടക്കുന്ന ബാലമുരുകനെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിൽ നിന്ന് പോലീസ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തത് ലാഘവത്തോടെയാണ് എന്നതാണ് തെളിയിക്കുന്നത്. ശരി, തൃശൂർ വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരനായ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസ് ഏത് രീതിയിലായിരുന്നു ബാലമുരുകനെ കൈകാര്യം ചെയ്തിരുന്നത് എന്നതാണ്. പോലീസിന്റെ മൊഴിയടക്കം സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.